നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനെ കൺഫ്യൂഷൻ, എന്താ ഉണ്ടാക്കുക. നാളെ രാവിലെ ആകുമ്പോൾ എപ്പോഴും രാത്രി കൺഫ്യൂഷൻ ആയിരിക്കും, രാവിലെ ഞാൻ എന്താ ഉണ്ടാക്കുക. അഥവാ ഒന്ന് ദോശയ്ക്കോ ഇഡ്ലിക്കോ മറ്റോ ഒന്ന് അരി വെള്ളത്തിലിട്ടില്ലെങ്കിൽ അന്നത്തെ കാര്യം പോക്കാണ്, രാവിലെ എന്താണെന്നുള്ള കൺഫ്യൂഷൻ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരുപാട് ഒരു വെറൈറ്റി വേണമെന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ. എപ്പോഴും ഇങ്ങനെ ഒന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറായി തോന്നും. നമുക്ക് മാത്രമല്ല, പിള്ളേർക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറഞ്ഞാൽ അവൽ വെച്ചാണ്. അവൽ വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഈവനിങ് ചായയുടെ കൂടെ നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. പഴവും അതുപോലെ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്നാക്ക് ബ്രേക്ക് ഉണ്ടാവില്ല, ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോക്സിലാക്കിയിട്ട് ഇത് കൊടുത്തു വിടാം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുറച്ച് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ ഈ അവൽ ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പോൾ അവൽ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് അവലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ഒരു സൈസാണ്. ബ്രൗൺ അവൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നേരിയ അവൽ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് നേരം വെള്ളം ഒക്കെ തളിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നേരിയ അവലാണെങ്കിൽ ശരിക്കും കുഴഞ്ഞു പോവും, നന്നായിട്ട് അലിഞ്ഞു പോവും. അതുകൊണ്ടാണ് കുറച്ച് കട്ടിയുള്ള അവൽ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള ഇങ്ങനെ കട്ടിയായിട്ട്, നമ്മൾ സാധാരണ ഉപ്മാവിന് കട്ട് ചെയ്യാൻ നേരിയതായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു കട്ടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. തേങ്ങ ചിരകിയത് 1/2 കപ്പ്. പിന്നെ ഇത് ഉപ്പുവെള്ളമാണ്. ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട്, ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അവിലൊന്ന് ഈ വെള്ളം തളിച്ച് ഒന്ന് മിക്സ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പുവെള്ളം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ നെയ്യ്, താളിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 3 വറ്റൽമുളക്, പിന്നെ കറിവേപ്പില. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ, അതിൽ ഉപ്പുവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പ് വെള്ളം ഉപ്പുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇങ്ങനെ നനച്ച് കൊടുക്കാൻ പോവാണ്. കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുത്ത് ഒന്ന് നനച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അവൽ നന്നായിട്ട് വെള്ളമൊക്കെ തളിച്ച് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചാൽ ഓൾമോസ്റ്റ് അത് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നനഞ്ഞ് വരണം. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് തോന്നണം. ഇപ്പോൾ ഓരോ അവലായിട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് ഒരുപാടങ്ങ് നനഞ്ഞ് കുതിർന്നു പോകരുത്, പക്ഷേ ഇങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു പാകത്തിലാവണം. എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ നമ്മൾ അവലിവിടെ നന്നായിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കടുക് താളിച്ച് നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് വേണമെങ്കിൽ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകിന് എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാനിപ്പം അതേപടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. സമയത്ത് തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിക്കഴിഞ്ഞ് ഒന്ന് സവാളയെല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അവൽ ചേർത്ത് കൊടുക്കാൻ പോവാണ്. നേരത്തെ നനച്ച് വെച്ച അവലായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഇതിലാക്കി ഒന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ വെള്ള കളറിൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ചൊന്ന് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്താൽ മതി.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവൽ ശരിക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് ചൂടൊക്കെ തട്ടി വരണം, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആവണം. തേങ്ങ ഇതുപോലെ തന്നെ അവലും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഗീ ആണ്. അപ്പോൾ ഗീ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചു. സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഒരു 2 മിനിറ്റ് ഈ ആവിയിൽ കിടന്നിട്ട് എല്ലാം ആ ഗീയും ഒക്കെ ഒന്ന് ഉരുക്കി വരും. അതിനുശേഷം എടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്യാണ്. നെയ്യൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അവിലും അതുപോലെ തന്നെ തേങ്ങയും പിന്നെ നമ്മുടെ സവാളയും എല്ലാം കൂടിയുള്ള മണം. ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു നെയ്യ് നമ്മുടെ അവലിലൊക്കെ പിടിക്കണമല്ലോ, അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ അവൽ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴവും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരു പിടി പിടിക്കാൻ ഉഗ്രനാണ്. അപ്പം നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.